Kerala and Karnataka, the glow of purity. മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മാൺപുകൾ വിടരട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താം, സൗഹൃദ സിദ്ധികൾ പൂത്താം. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഇവിടെ കുറെ അധ്യാപകന്മാരുണ്ട്, അധ്യാപകന്മാരും പ്രധാന അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഓരോ കൊല്ലത്തും അവർ വായിച്ച പുസ്തകത്തെ കുറിച്ചിട്ട് പിന്നെ ഒരു റിവ്യൂ നല്ല അഭിപ്രായം. അത് ആ കുട്ടി തന്നെയാണ് ആദ്യമായി നമ്മുടെ ഇന്നത്തെ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് കാസർഗോഡ് നഗരസഭയുടെ ചെയർമാൻ ശ്രീ അബ്ബാസ് ജീവൻ സാറാണ്. അദ്ദേഹത്തെ ഇന്നത്തെ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് കാസർഗോഡിന്റെ നമ്മുടെ സ്വന്തം MLA ശ്രീ എന്നെ നെല്ലിക്കുന്ന് സാറാണ്. അദ്ദേഹത്തെയും ഇന്നത്തെ പരിപാടിയിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിലെ വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് ശ്രീ റഹ്മാൻ താലങ്കാടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അവരെ ഞാൻ പരിചയപ്പെട്ടാകെ 3 വർഷം പറയാൻ എത്തിയിരിക്കുന്ന ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ശ്രീ അബ്ദുറഹ്മാൻ അവരെയും ഇന്നത്തെ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ആശംസ എത്തിയിരിക്കുന്നു. ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സെയ്ദ് റാസിഫ് അവരെ ഞാൻ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റീത്ത ആർ, അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഖാലിദ് പച്ചക്കൽ, PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിയാന ഹനീഫ്, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ആർ, അവരെയും ഇന്നത്തെ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ആശംസ പറയാൻ എത്തിയിരിക്കുന്ന പത്മനാഭൻ ബ്ലാക്കൂർ, പ്രസിഡന്റ് കാസർഗോഡ് സാഹിത്യവേദി, അദ്ദേഹത്തെ ഞാൻ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ദാമോദരൻ, കൗൺസിൽ സെക്രട്ടറി, താലൂക്ക് ലൈബ്രറി, നമ്മുടെ പരിപാടിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഹാഷിം, പ്രസിഡന്റ് കാസർഗോഡ് പ്രസ് ക്ലബ്, ഇന്നത്തെ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ റീത്ത ആർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, മരാമത്ത് അടങ്ങിയിരിക്കുക. അത് നമ്മുടെ ഈ മേഖലയിൽ അത് പ്രകാശിക്കുമ്പോഴാണ് അതിൻ്റെ വെളിച്ചം എല്ലായിടത്തും പരന്നു വരുന്നു. അപ്പം ആ ഒരു വെളിച്ചം കാസർഗോഡ് നഗരസഭയുടെ പ്രദേശത്തും ഒന്നുകൂടി ബ്രൈറ്റാക്കുവാനോ തെളിയിക്കുവാനോ ഉള്ള ഒരു യോഗമാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം നമ്മുടെ ലൈബ്രറി എങ്ങനെ വേണമെന്നും അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും എന്തൊക്കെ അവിടെ ആവശ്യമുണ്ട് എന്നൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം. അത് ചർച്ചയാക്കിക്കൊണ്ട് നമ്മുടെ ലൈബ്രറിയെ ഒന്ന് പുനർജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ യോഗം ഇവിടെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ലൈബ്രറിയിൽ ഇന്നത്തെ ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്ക്
ഇതിന് മെമ്പർമാരുണ്ട്. തുടക്കം മുതൽ ഇന്നേ വരെയുള്ള മെമ്പർമാരുടെ കണക്ക് അനുസരിച്ച് 4000-ൽ മീതെ ആളുകൾ നമ്മുടെ മെമ്പർമാരായി കിടക്കുകയാണ്. അതിൽ 100-ൽ താഴെയുള്ള ആളുകൾ മാത്രമേ ഇപ്പോൾ സ്ഥിരമായി നമ്മുടെ ലൈബ്രറിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ലൈബ്രറിയുമായി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരം, അതല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ വിവരം, പുതിയ പുസ്തകങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അവിടെ വരാനുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ ആളുകൾ കുറച്ച് മടിക്കുന്നത് എന്ന് പറയും. ഇഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ കൃതികളും അതുപോലെ തന്നെ അവർ വാങ്ങിച്ചും ലൈബ്രറിക്ക് കൊടുക്കാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ അത് നഗരസഭ അറിഞ്ഞുകൊണ്ടുള്ളതല്ല, ഇങ്ങനെ അവിടെ വന്ന് അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അങ്ങനെയും ആളുകൾ പിന്നെ നമ്മുടെ നഗരസഭയിലുള്ള ലൈബ്രറിയിലേക്ക് ചില പുസ്തകങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ഈ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ തെക്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യനെയും കൂടി നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത്. കാരണം കാസർഗോഡ് നഗരസഭയിലുള്ള ലൈബ്രറിയിൽ ഡിജിറ്റലായി ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറുകളും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പുസ്തകങ്ങളും അടക്കം എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് കാസർഗോഡ് നഗരസഭയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡുകാർക്ക് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കാസർഗോഡ് നഗരസഭയിലുള്ള ലൈബ്രറി എന്ന് പറയുന്നത്. ഏതൊരു നാടിൻ്റെയും ഏതൊരു പട്ടണത്തിൻ്റെയും അഭിമാനമാണ് ലൈബ്രറി. ആ ലൈബ്രറിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിലനിർത്തുക, അല്ലെങ്കിൽ അതുമായി മുമ്പോട്ട് പോവുക എന്നൊരു ലക്ഷ്യമാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക്, ഈ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും നമ്മളെ ഈ പക്ഷേ ഇവിടെ ഇപ്പോൾ അതായത് സാധാരണ പറയാറുണ്ട്, നാടൻ ഭാഷയിൽ പറയാറുണ്ട്, മുക്രിക്ക് മാറ്റം വരുന്നു. അതുപോലെ തന്നെ സാഹിത്യ രംഗത്ത് പ്രവർത്തിച്ച് ഒരു സാഹിത്യകാരൻ മറ്റൊരു സാഹിത്യകാരനെ കാണാൻ പാടില്ല, അങ്ങനെയുണ്ട്. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് ആഗ്രഹിക്കുന്നു. കാസർകോട്ടെ എല്ലാ സാഹിത്യ ചെയർമാനായിരുന്ന ഇപ്പോൾ ഈ വേദിയിലുള്ള ശ്രീ എ അബ്ദുറഹ്മാൻ ഒരുപാട് കാര്യങ്ങൾ ആ ലൈബ്രറിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാസർകോട്ടെ എൻ്റെ മണ്ഡലത്തിലെ കുറേ ലൈബ്രറികൾക്ക് ഇങ്ങനെ പുസ്തകം അനുവദിച്ച കാര്യം ഇവിടെ അബ്ബാസ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ശ്രീ ദാമോദരൻ ഇവിടെയുണ്ട്, ജില്ലാ ലൈബ്രറിയുടെ ആൾ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മുൻ വൈസ് ചെയർമാനോട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഞാനും ഇപ്പോൾ ഈ മുനിസിപ്പൽ ലൈബ്രറിക്ക് പുസ്തകം കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഫണ്ട് ആവശ്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്ലാൻ ഫണ്ടിൽ നിന്നും സന്നദ്ധ ഫണ്ടിൽ നിന്നും ഒരുപാട് ഫണ്ടുകൾ ലൈബ്രറിക്ക് വേണ്ടി നമുക്ക് വിനിയോഗിക്കാം എന്നാണ് പറഞ്ഞത്. എങ്കിലും എൻ്റേതായി ഇപ്പം ഞാൻ MLA ഒക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറിക്ക് എൻ്റെ കാലത്ത് എന്ത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം വേണം. അപ്പോൾ അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ലൈബ്രറിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചയിൽ ഇപ്പോൾ തീർച്ചയായും എനിക്കും പറയാനുള്ളത്, എൻ്റെ MLA എന്ന നിലയിൽ എൻ്റെ MLA ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഈ കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ ഞാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് എൻ്റെ ആ ഉദ്ദേശം സഫലമാക്കാൻ നമ്മളെല്ലാവരും ഒന്നിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ കാസർഗോഡ് നഗരത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കുറേ നല്ല നല്ല സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഉണ്ട് എന്നത് നമ്മുടെ നഗരത്തിൻ്റെ ഭാഗ്യമാണ്. ഇപ്പോൾ ജനപ്രതിനിധികളോട് ഇപ്പോൾ ആളുകൾ ആവശ്യപ്പെടുന്നത് നല്ല ലോമാസ് ലാമ്പും ഐമാസ് ലാമ്പും, നല്ല നഗരം പ്രകാശപൂരിതമാകുന്ന ലോമാസ് ലാമ്പും ഐമാസ് ലാമ്പും ഒക്കെ വേണമെന്നാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുറേ സാഹിത്യകാരന്മാർ, അതുപോലെ തന്നെ കുറേ ലൈബ്രറികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഐമാസ് ലാമ്പിൻ്റെയും ഒരു ലോമാസ് ലാമ്പിൻ്റെയും ആവശ്യമില്ല എന്നതാണ്. ലൈബ്രറി തന്നെയാണ്
ഒരു നാടിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ബഹുമാനിച്ച കൂടുതൽ ഇവിടെ സംസാരിക്കും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ ലൈബ്രറിയെ തീർച്ചയായും ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാഹിത്യവേദിയുടെ യോഗം ഇന്ന് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലായി ചേരുന്നുണ്ട്. പഴയ കാലത്ത് ഈ മുനിസിപ്പൽ ഹാളിലായിരുന്നു സാഹിത്യവേദിയുടെ യോഗം ചേരാറുണ്ടായിരുന്നത്, ലൈബ്രറി ഹാളിൽ. അതുപോലെ തന്നെ BMI സ്കൂളിൽ, ഒരു കാലത്ത് BMI സ്കൂളിൽ പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ യോഗം ചേർന്നു. ഉബൈദ് മാഷൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാസർഗോഡ് കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കോളേജ് വിട്ട് വൈകുന്നേരം ആ സാഹിത്യവേദി യോഗങ്ങളിൽ ഉപയോഗിച്ചൊക്കെ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ഇങ്ങനെ ദൂരെ പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ അത്രയും വലിയ പാരമ്പര്യമാണ് നമ്മുടെ കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറിക്കുള്ളത്. ഈ മുനിസിപ്പൽ ലൈബ്രറി പോയി പുനരുജ്ജീവിപ്പിക്കാൻ ഈ നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനുള്ള പ്രചോദനം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, തീയുമായിട്ടുള്ള ബന്ധം എന്നത്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. തീയുമായിട്ടുള്ള അടുപ്പമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു നല്ല ഉദ്യോഗത്തെ മുഴുവൻ സാഹിത്യകാരന്മാർ പറഞ്ഞപ്പോൾ അത് തീർച്ചയായും എനിക്ക് അഭിമാനം ഉണ്ടാക്കി, അത്ഭുതം ഉണ്ടാക്കി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അബ്ബാസ് നമ്മുടെ ചെയർമാൻ ഒരുപാട് കാര്യങ്ങൾ റഹ്മാൻഷയെക്കുറിച്ച് പറഞ്ഞു. വിളക്കാണ്, കടാ വിളക്കാണ്. ആ വിളക്കിൻ്റെ പ്രകാശം എത്രയോ കാലം അനുഭവിക്കുവാൻ നമുക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുനിസിപ്പൽ ലൈബ്രറിയുടെ ചരിത്രം ഒക്കെ റഹ്മാൻഷ ഇവിടെ പറയും. അദ്ദേഹം എന്നോടിപ്പോൾ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, മുസ്ലിം ഹൈസ്കൂളിലേക്ക് ഞാൻ കാസർഗോഡ് ടൗണിൽ നിന്ന് നടന്നു പോകുമ്പോൾ ലോക്കൽ ലൈബ്രറിയുടെ ഒരു ബോർഡ് കാണാറുണ്ടായിരുന്നു, ഉഷ ഫാൻ്റെ അതിൻ്റെ മുകളിൽ. അപ്പോൾ റഹ്മാൻഷയും ഇങ്ങനെ പുസ്തകം കൂടുതൽ ആ ലോക്കൽ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയാണ് പുസ്തകം വായിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കാസർഗോഡ് സാഹിത്യവേദി വിനോദോപാധികൾ വളരെ കുറവായിരുന്നു എന്നുള്ള ഒരു കാരണമാണ്. റേഡിയോ പോലും ഇല്ലാതിരുന്ന കാലത്ത് വായിക്കുക എന്നുള്ളത് മാത്രമേ ഒരു വിനോദം എന്ന് പറയാനുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ പഞ്ചായത്ത് ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. എനിക്ക് സ്വന്തം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു അടിയൻ്റെ അതോറിറ്റി കാർഡ് വാങ്ങിച്ചിട്ടാണ്, A ക്ലാസ് മെമ്പർഷിപ്പായിരുന്നു പുള്ളിക്കാരന് ആദ്യം പുസ്തകം എടുത്തിരുന്നത്. അന്ന് പോക്കറ്റ് മണി രൂപ, കൂടിയാൽ ഒരെണ്ണ, അതിൽ കൂടിയാൽ 2 അണ, 4 അണ എന്ന് പറഞ്ഞാൽ 4 ഉറുപ്പ്യാണ്. ഒരു ഉറുപ്പ്യൻ്റെ 16 അണക്കാണ് ഒരു ഉറുപ്പ്യ ആയിക്കുക. അത് കൂട്ടി 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 വെച്ചിട്ടാണ് സ്വന്തമായിട്ടൊരു മെമ്പർഷിപ്പ് ലൈബ്രറിയിൽ എടുക്കുന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വായന എന്ന് പറയുന്നത് എൻ്റെ ഒരു ഗതികേടാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എനിക്കക്കാലത്ത് മറ്റൊരു വിനോദത്തിനും കഴിയില്ലായിരുന്നു. ഞാൻ ആരോടും പറയാത്ത, എൻ്റെ വളരെ ആത്മമിത്രങ്ങളോട് പോലും പറയാത്ത എൻ്റെ ഒരു ആത്മകഥയുടെ ഒരു ഏടാണത്. ഒരു 2 വയസ്സിൽ പോളിയോ ബാധിച്ച് വെട്ടിയിട്ട വാഴ പോലെ കിടപ്പിലായിപ്പോയി ഞാൻ പിന്നെ ഒരു 4 കൊല്ലം ഈ ലോകം തന്നെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് എന്നെ കുടമ്പ് തേച്ച് എൻ്റെ കാലും കൈയും കഴുത്തും ഒക്കെ ബലം വെപ്പിക്കുന്ന ഒരു ചെവിയിലൊക്കെ മുടിയുള്ള ഒരു കറുത്ത വൈദ്യരെ ഓർമ്മയുണ്ട്. ഒരു 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഞാൻ പതുക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ എണീറ്റ് നിൽക്കുവാനും നടക്കുവാനും ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെയില്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പെയിൻറ്റിങ്ങുകളെ കുറിച്ച് വായിക്കും, സംഗീതത്തെ കുറിച്ച് വായിക്കും, അതുപോലെ തന്നെ ലോക ചരിത്രം വായിക്കും, അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം വായിക്കും. എല്ലാത്തിനെ കുറിച്ച് വായിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ടൈം ടേബിളിൽ കരണ്ടുകൾ കൂടി വന്നപ്പോൾ ഭരണത്തിൻ്റെ ഈ ഞെരുക്കങ്ങളിൽ പെട്ടപ്പോഴേക്ക് 2 മണിക്കൂർ ടൈം ടേബിളിൽ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രം നീക്കി വെച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. നെഹ്റുവിനെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. നെഹ്റു പിന്നെ MS സുബ്ബലക്ഷ്മിയുടെ ഒരു സംഗീത കച്ചേരി കേൾക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയി. അതിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം. സംഗീത കച്ചേരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇൻസ്റ്റൻ്റായിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നടത്തുന്ന പോലെ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സംഗീത കച്ചേരി മുഴുവൻ നെഹ്റു അവിടെ ഇരുന്നിട്ട് മുൻ നിരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുഴുവൻ കാനറ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കാസർഗോഡ് ജില്ല വരുന്നു. ജില്ല വന്നതിന് ശേഷമുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ലൈബ്രറി എന്ന് പറയുന്നപ്പോൾ പറയാം, ദാമോദരൻ അവിടെ ഇരിക്കുന്നുണ്ട്.
ജില്ലാ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം ആളുകൾക്ക് അത്യാവശ്യം വാങ്ങാൻ അടുത്തടുത്തായി തന്നെ 2 ലൈബ്രറി ഉള്ളതാവാൻ കാരണം ലൈബ്രറികളിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ, തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോഴേക്കൊക്കെ വലിയ സാഹിത്യ സംരംഭങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഉരുത്തിരിഞ്ഞു വരുന്നതൊക്കെ ലൈബ്രറികളിൽ വൈകുന്നേരം കാണുന്ന ആളുകൾ തമ്മിലുള്ള ചർച്ചകളിൽ കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഈ ലൈബ്രറിയിലേക്ക് വന്നത് എന്നോടിപ്പോൾ അബ്ബാസിബിയൊന്നും ഇന്നലെ എങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു 10 കൊല്ലമായിട്ട് ഈ ലൈബ്രറിയിലേക്ക് പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഒരിക്കലും ടി അബ്ദുള്ള അങ്ങനെ നമുക്കറിയാം പുതിയ പുസ്തകം വന്നിട്ടുണ്ടെന്ന്. ഒന്ന് വീട്ടിൽ പോയി ഉടനെ ആദ്യമെടുത്ത പുസ്തകം കൊണ്ടുവന്നിട്ട് ഇത് മാറ്റിക്കൊണ്ടുപോകുന്ന ആ ഒരു സന്തോഷം, ആഹ്ലാദം പഴയ ലൈബ്രറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ പുറത്തൊരു ഈ കരിമ്പാറ എന്നൊക്കെ OV വിജയൻ്റെ പുസ്തകത്തിൽ ഈ കരിമ്പാറ എന്നൊക്കെ പറയുമ്പോഴേക്ക് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കരിമ്പാറ ഇതായിരുന്നു. എല്ലാവരും കൂട്ടില്ലല്ലോ. അന്ന് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ഉപാധി പുസ്തകം കൊണ്ടുപോകാൻ വായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കാണ് ഈ പുസ്തകം വായിക്കുന്നതെങ്കിൽ ഞാൻ 6-7 വയസ്സിൽ തന്നെ 6-7 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഈ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളത് പിന്നെ അതിങ്ങനെ തുടർന്നു എന്നുള്ളതാണ്. എന്നെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അന്നിപ്പോൾ എന്നെ നൽകുമെന്ന് പറഞ്ഞില്ല, ചായരങ്ങാടി ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 ദിവസം കൂടുമ്പോൾ പുസ്തകം മാറ്റി പുതിയ പുസ്തകം വരും. അപ്പോൾ അതൊരു വലിയ പാനലാണ് അവർ. ഇപ്പോഴത്തെ പോലീസ് വണ്ടിയൊക്കെ പോയി കണ്ട് 2 കൈയും കൂട്ടിപ്പിടിക്കുന്ന ഒരു കഥയുണ്ട്. സുബലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഈ അവസാനം വരെ ഇത് കേൾക്കാൻ വേണ്ടി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നെഹ്റു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നെഹ്റു ചോദിക്കുന്നത് ഈ വിശ്വ സംഗീതത്തിന്റെ മുമ്പിൽ ഞാൻ ആരാണ്, ഞാൻ വെറും ഈ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി മാത്രമാണ് എന്ന് പറയുന്ന ആ ഒരു നെഹ്റുവിനെ വളർത്തിയെടുത്തത് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വായന തന്നെയായിരിക്കും എന്നാണ്. ഞാൻ അറിഞ്ഞ ലോകമല്ല ഈ ലോകമെന്നും അതിനപ്പുറം വലിയൊരു ലോകമുണ്ടെന്നും ഞാൻ അറിഞ്ഞ അറിവല്ല അറിവെന്നും അതിനപ്പുറം വലിയ അറിവുകൾ ബാക്കി കിടക്കുന്നുവെന്നും ഒരാളെ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു ഘടകമാണ് ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ വരെ കുറെ പണം ഉണ്ടാക്കിയിട്ട് പണം ഒരു ദിവസം കള്ളം കട്ടുകൊണ്ടു പോകും. നിങ്ങൾ ദരിദ്രരോടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഈ അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരം എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം ക്ഷരമില്ലാത്തത് എന്നാണ്. ക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം നാശം എന്നാണ്. നാശമില്ലാത്ത എന്തൊന്നാണോ അതാണ് അക്ഷരം. ഇപ്പോൾ നാളെ വായനാ ദിനം ആചരിക്കുന്നതിൻ്റെ തലേന്ന് നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ വായനയുടെ മഹത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പൊ പുതിയ ഒരുപാട് ലൈബ്രറികൾ വരുന്നുണ്ട് കേട്ടാ. ഞാനങ്ങനെ പറഞ്ഞു പോയാൽ കുറെ അധികം പറഞ്ഞു പോയി പോകും. ഞാൻ ചുരുക്കാൻ വേണ്ടി അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രധാന ഒരു ലക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കണം. ഈ ലൈബ്രറി എങ്ങനെയാണ് നമുക്ക് സമുദ്ധരിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായത്തിന്റെ വലിയ വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തോട് അവസാനമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. സാധാരണ തൂക്കിക്കൊല്ലുന്ന ഒരാളോട് ചോദിക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 1.5 മണിക്കൂർ തരണം, എനിക്ക് ഈ പുസ്തകം ഒന്ന് ഞാൻ വായിച്ചു തീർത്തോട്ടെ, അത്രയേ ഉള്ളൂ, കുറച്ച് പേജുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തതിന് ശേഷം നേരെ കൊലവരത്തിലേക്കാണ് പോകുന്നത്. ഈ കൊലവരത്തിലേക്ക് പോകുന്ന ഒരാൾ ഈ ബാക്കി പേജ് കൂടി വായിച്ചു തീർക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭഗത് സിംഗിന്റെ മനസ്സിന്റെ 4 അയലത്ത് കൂടി പോലും നമുക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ്. അദ്ദേഹം വായിച്ചിരുന്നതിൽ ലെനിന്റെ ആത്മകഥയായിരുന്നു. വായനയുടെ മഹത്വങ്ങൾ അതിനപ്പുറത്തേക്ക് പോകുന്നതാണ്. നമുക്ക് എന്തുകൊണ്ട് ഈ അഹങ്കാരപ്പുണ്ടാവും ചില ആളുകൾക്ക്. ഞാനെന്തോ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിലപ്പോൾ വന്നെത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ലളിതമായ ഉത്തരം നമ്മുടെ അറിവ് വളരെ കുറവാണെന്നുള്ളതാണ്. ഞാൻ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. നെഹ്റു ഇത്രത്തോളം കാഴ്ചത്തിലേക്ക് വരാൻ കാരണം അദ്ദേഹം എനിക്കറിയാം സംഗീതത്തിന്റെ ഇനിയിപ്പോ എം എസ് സുബ്ബലക്ഷ്മിയോട് ചോദിച്ചാൽ സുബ്ബലക്ഷ്മി പറയാണ്ടറിയോ ഞാൻ എന്താണ് ഈ വലിയ മഹാസമുദ്രം, സംഗീതം എന്ന് പറയുന്ന വലിയ മഹാസമുദ്രത്തിലെ ഒരു കൈക്കുമ്പോൾ വെള്ളം മാത്രമാണ് എന്ന് പറയാനുള്ള ആ മനസ്സിന്റെ വലിയ വിശാലത അവർക്കുണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
നമ്മുടെ മനസ്സ് വളരെ ലളിതമായി തീരുന്നു. നമുക്കൊന്നും അറിയില്ല എന്നുള്ള അറിയുന്നു എന്നുള്ളതാണ്. നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ ആർക്കാണ് എഴുതാൻ ധൈര്യം ഉണ്ടാവുക എന്ന് ഞാൻ പെട്ടെങ്കിൽ എൻ്റെ ഒരു നോട്ട് ബുക്കിൻ്റെ പുറത്ത് എഴുതി വെച്ചിരുന്നു. കടമറ്റ് രാമകൃഷ്ണൻ എനിക്ക് എൻ്റെ മുറിയിൽ വന്നപ്പോഴേക്ക് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഇവിടെ നിനക്ക് എവിടെ നിന്ന് ചെയ്യുന്നത്? എല്ലാവരുടെയും മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഈ കാസർഗോഡിലെ ലൈബ്രറിയെ കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലെങ്ങനെയുണ്ട്. ഇപ്പൊ മുനിസിപ്പാലിറ്റി കിടക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, നമ്മൾ കിടക്കുന്ന ഇവിടെ അന്ന് റേഡിയോ പകുതിയനായിരുന്നു. അവിടെ റേഡിയോ ചെയ്യുന്ന ആള് തന്നെയായിരുന്നു ഈ പഞ്ചായത്ത് ലൈബ്രറിയുടെ എല്ലാവർക്കും പിന്നീട് മുനിസിപ്പാലിറ്റി ലൈബ്രറിയുടെ പിന്നെ നയിച്ചിരുന്നത്. ഈ പഴയ റേഡിയോ പകുതിയിൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ, അത് നമ്മളൊന്ന് ടോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോഴേക്ക് പാട്ടും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ന്യൂസും മറ്റൊരു ഭാഗത്ത് എങ്ങനെയാണ് നാൽക്കാലികളെ വളർത്തുക എന്നുള്ളതും മൂന്നും കൂടി വരുന്ന ഒരു പണ്ട് മിമിക്രിക്ക് അവരൊക്കെ കാണിച്ചിരുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിലേക്ക് മുമ്പ് ഇങ്ങനെ മാറി വരുമ്പോഴേക്ക് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ നേരത്തേക്ക് ആളുണ്ടാവില്ല. ഒരു ഇട്ടുമുറിക്ക് ഇങ്ങനെ പഴയ പുസ്തകങ്ങൾ ഇങ്ങനെ തപ്പിയെടുക്കുക എന്നുള്ളത്. നമുക്കിപ്പോ ഈ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരുപാട് ലൈബ്രറികൾ, ചെറിയ ലൈബ്രറികൾ കാസർഗോഡ് ധാരാളം വരുന്നുണ്ട്. ഞാൻ ഈ ലൈബ്രറി തുടങ്ങുന്ന ആളുകൾ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് പുസ്തകത്തിന് വന്നിരിക്കുന്നത് കുറച്ച് പുസ്തകം റഹ്മാൻ പറയുമ്പോഴേക്ക് ഞാൻ അവരോട് പറയാറുണ്ട് തമാശയ്ക്ക്, നമുക്ക് പുസ്തകമല്ല വേണ്ടത്, നമുക്ക് വായനക്കാരാണ് വേണ്ടത്. നമുക്ക് പുസ്തകം ലൈബ്രറി അല്ല ഉണ്ടാക്കേണ്ടത്, നമുക്ക് കുറെ വായനക്കാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാളുകൾ, അവർക്ക് പ്രത്യേക രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നീളകുപ്പായം മാത്രമേ ഉള്ളൂ, അത് കളറായാൽ അത്രയും നല്ലതാണ്. പിന്നെ ഒരു തുണി സജ്ജിയൊക്കെ തൂക്കും, അതിനകത്ത് ഒരു ഡയറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിയ പേനയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സാഹിത്യകാരന്റെ ഒരു രൂപഭാവം, ആ ഭാവങ്ങളൊക്കെ മാറി ഇപ്പോൾ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും എനിക്കിപ്പോൾ ഇരിക്കുമ്പോൾ തോന്നിയാൽ അപ്പം ഫേസ്ബുക്ക് അടിച്ച് കാച്ചിയാൽ മതി, ഉടനെ തന്നെ വരും 200 ലൈക്ക്. അത് ഒരു 2000 ആളുകൾ കാണുന്നുണ്ട്. ഈ കഴിക്കുന്ന 200 ആളാണ്. ഇപ്പൊ ആർക്കും എഴുതാമെന്നുള്ള ഒരു കാലത്തിൽ നിങ്ങൾക്കപ്പോൾ നല്ല പുസ്തകങ്ങൾ വന്നു. പുസ്തകങ്ങളിലേക്ക് ആളുകളെ ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർത്തിയെടുക്കണമെങ്കിൽ ഈ ലൈബ്രറിയുടെ മുൻഭാഗം തന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ അബ്ദുറഹ്മാനെ പോലെയുള്ള കുറെ വയസ്സന്മാരൊക്കെ ഉണ്ടല്ലോ, പ്രായമായവർ, അവരൊക്കെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം കുറച്ചിങ്ങനെ സംസാരിച്ചിട്ട് റഹ്മാനെ പറഞ്ഞതാട്ടോ. ഞാനിങ്ങനെ പരദൂഷണം പറയുന്നൊന്നുമല്ല. അങ്ങനെ വയസ്സന്മാരൊക്കെ അവിടെ വന്നിട്ട് ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ഇത് ഞാനാണ് മുമ്പോട്ട് വെച്ചത്. എനിക്കത് അഭിമാനമുണ്ട് അങ്ങനെ പറയുന്നതിൽ. അങ്ങനെ മുന്നിൽ ചെയർമാൻ ഉണ്ടാവുമ്പോഴേക്കും ഞാനാ പറഞ്ഞത് ഈ വായനാദിനത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി വെച്ചാലും നല്ല സാഹിത്യമാണ്. പക്ഷെ അപ്പം വെച്ചെങ്കിലും അത് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സമ്മാനമൊക്കെ കൊടുത്തത്. അത് ആളുകൾ ഈ കുട്ടികളിൽ പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഒറ്റ വീട്ടിൽ 4 പുസ്തകം ഉണ്ടാവില്ല. ഇന്ന് ഒരു 25-50 പുസ്തകം ഇല്ലാത്ത ഒരു വീടുണ്ടാവില്ല. എന്നെ ഇവരുടെ വീട്ടിൽ കുറേ പുസ്തകമുണ്ട്. ഒറ്റ വായിക്കാൻ പാടില്ല, പക്ഷെ പുസ്തകം നമ്മൾ ഭദ്രമായി സൂക്ഷിക്കണം. വായിക്കുമ്പോൾ ചീത്തയായി പോകുന്നത്. അതാണ് പുസ്തകത്തെ വളരെ ബഹുമാനിക്കുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് പറയാറുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകത്തിന് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ മത്സരത്തിൽ കഴിയുമ്പോഴേക്ക് പഠിച്ചോനെ നിങ്ങൾക്ക് തലച്ചോറ് വന്നുമല്ല. നീ ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോഴേക്ക് പിന്നെ ഓരോരുത്തരും വലിയ വലിയ അമേരിക്കക്കാരും റഷ്യക്കാരും ജർമ്മൻകാരൊക്കെ വന്നിട്ട് അവരുടെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെ പറയുമ്പോഴേക്ക് അവസാനം എത്തിയെത്തി പഠിച്ച റബ്ബുലിംഗത്തായ തമ്പുരാനിരിക്കായി ഈ തലച്ചോറിൽ ഞാൻ സീല് പൊട്ടിക്കാതെ സൂക്ഷിച്ചു. അത്ര ഭദ്രമായിട്ടാണ് സൂക്ഷിച്ചത്. അപ്പൊ നടക്കി അതിനപ്പുറമുള്ള ഉപയോഗിക്കാൻ പാടാത്തൊരു വാക്കാണ് നരകത്തിലേക്ക് എന്ന് പറയുന്ന പറയുന്നത്. ആ രീതിയിൽ നമ്മൾ പുസ്തകം കയ്യിലുണ്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ പുതിയ വീടുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. നല്ല വീട്, നല്ല ആർക്കിടെക്ട് ആണെങ്കിൽ വീടിൽ എവിടെയാണ് മുറിവുണ്ട്, എവിടെയാണ് ഡ്രോയിങ് റൂം, ഇവിടെയാണ് ബുക്ക് ഷെൽഫ് വേണ്ടത്. ബുക്ക് ഷെൽഫ് മാത്രം പോരാ, അത് അവിടെ ചോന കഴിഞ്ഞുള്ള പുസ്തകം എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്ന വലിയ കാര്യമൊന്നുമല്ല. കുട്ടികൾ പുസ്തകം വായിക്കട്ടെ. മനുഷ്യൻ 25,000 രൂപ കിട്ടുന്ന പറയുമ്പോഴേക്കും കുട്ടികളുണ്ടല്ലോ പുസ്തകങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഇരുന്ന് വായിച്ചിട്ട് അവരതിനെക്കുറിച്ച് എന്താ റിവ്യൂ ചെയ്യാനായിരുന്നു. ആ നല്ല റിവ്യൂകളാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നല്ല പുസ്തകങ്ങൾ ഒറ്റ പുസ്തകങ്ങളായി 10 കൊല്ലത്തിനിടയിൽ വന്നിരിക്കുന്നത് എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ ഒരു വല്ലാത്ത ഒരു കാലം തന്നെ ഈ വായനയുടെ പുതിയൊരു കാലം തന്നെ
ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പുസ്തക ചർച്ചകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചർച്ചകളുടെ പുറത്ത് ചർച്ചകളും, അതിന്റെ പുറകിൽ കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാവാം. എങ്കിൽ പോലും അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നാടിന്റെ സാംസ്കാരികമായ പൈതൃകത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. പുതിയ പുസ്തകങ്ങൾ അവിടെ ഈ ഒരു കൊല്ലം തോറും അല്ലെങ്കിൽ 6 മാസങ്ങളിൽ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഏറ്റവും നല്ല വായനക്കാരനും പുസ്തകപ്രേമിയും അതുപോലെ തന്നെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുമായിരുന്ന തന്നെ കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറി നവീകരിക്കാൻ സാധിക്കുകയും നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഓൺലൈനായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സജ്ജീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ലൈബ്രറി ഹാള് എയർ കണ്ടീഷൻ ആക്കാൻ പോലും ആ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ആയവരൊക്കെ ഞാൻ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ ഒരു നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്നത്തെ നമ്മുടെ ഭരണാധികാരികൾ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് 60 കൊല്ലക്കാലം നമ്മുടെ ഈ മുനിസിപ്പൽ ലൈബ്രറിയെ യാതൊരു അത്യാവശ്യം പഠനത്തിൽ നടത്തിയിട്ടുണ്ടാവും. അത് എങ്ങനെയാ പുതിയ ആളുകളെ ആകർഷിക്കാൻ, അതിന് കെട്ടിടത്തിന്റെ രൂപം തന്നെ മാറ്റമൊന്നുമല്ല. നിങ്ങൾ നമ്മുടെ സന്തോഷിന്റെ ഉപാശിക സന്തോഷം 10ാം വർഷത്തിലുള്ള ഉപാശികൾ പോയിട്ടുണ്ടോ അറിയില്ല. ഞാൻ കുറെ കാലം പോയില്ല, എന്ന് വെച്ചാൽ പോയ പുസ്തകം വാങ്ങിച്ച് കൊണ്ടക്കലല്ലാതെ വായിക്കുന്ന പരിപാടിയില്ല. ഉപാശിക ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ലാസ്റ്റ് പോയതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ആധുനിക ഡൽഹിയിലും നമ്മുടെ മുംബൈയിലൊക്കെ കാണുന്നത് പോലെ ഒരു ടീ കോഫി ഷോപ്പിൽ പോയ പോലെയാണ്, പുതിയ ന്യൂ ജെൻ കോഫി ഷോപ്പിൽ പോയ പോലെയാണ്. അവർ പബ്ലിസിറ്റി കൊടുക്കുകയല്ല, വിചാരിക്കട്ടെ. അവിടെ ഞങ്ങൾക്ക് പോയ സമയത്ത് ഫീൽ ചെയ്ത് അവിടെ ഇതൊക്കെ ഇട്ട് ഒരു ന്യൂ ജെൻ ലുക്കാണ്. അപ്പൊ ആ സമയത്ത് പുസ്തകം വായിക്കാൻ തന്നെ നമുക്ക് തോന്നും അവിടെ. കാരണം പുസ്തകം വായിച്ചപ്പോൾ പുസ്തകം കൊണ്ടുപോല, പക്ഷെ അവിടെ ഇരുന്ന് പുസ്തകം വായിക്കാൻ തോന്നും. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു മേക്ക് ഓവർ നമ്മുടെ ലൈബ്രറിക്ക് നിർബന്ധം വേണ്ട. അത് ഏത് രൂപത്തിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കാലത്തെയും നമ്മൾ മുന്നിൽ നിർത്തണം. പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മളിവിടെ ഈ പുലിക്കുന്ന് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ വല്ല സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ പേഴ്സണലായിട്ട് കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ ആക്റ്റീവ് എടുത്തിട്ട് ഈ പുലിക്കുന്ന് ഈ പാർക്കിൻ്റെ അടുത്ത് വന്ന് ഒരു പുസ്തകം വന്നുകൊണ്ടിരിക്കും. പിന്നെ അവിടെയും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നേരെ തളങ്കര ആറുകൾ, അതിലൂടെ നേരെ തളങ്കര ആറുകൾ പോകും. ഈ രണ്ടാണ് എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട, എൻ്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട സ്ഥലം ഈ പുലിക്കുന്ന് പ്രദേശവും പിന്നെ അതുപോലെ തന്നെ തളങ്കര ആർബറുമാണ്. മറ്റുള്ളവർക്ക് ഇങ്ങനെ അറിയില്ല. വായിക്കുവാനും ചിന്തിക്കുവാനും വികാര വിചാരങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ഈ പുലിക്കുന്ന് പ്രദേശത്ത് ഉണ്ട്. അപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ ആ ആംബിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈബ്രറിയുടെ കോലത്തിൽ ഒരു മാറ്റം വരുത്തണം. നമ്മളിപ്പോ ഞാൻ അന്ന് കാണുന്ന എന്റെ പ്രീ ഡിഗ്രി കാലത്ത് കാണുന്ന ചെയർമാനെ ഒന്ന് ശ്രദ്ധിക്കണേ, ചെയർമാനെ അബ്ബാനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ചെയർമാൻ കാര്യമില്ല. പുതിയ കാലത്തേക്ക് നമ്മൾ എങ്ങനെ മുന്നേറാം എന്ന രൂപത്തിലുള്ള ഒരു ഇതാണ്. അതനുസരിച്ചുള്ള ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും അവതരിപ്പിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. പ്രത്യേകിച്ചും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും കുറിച്ചെടുക്കുന്നത് ഉണ്ട് എന്നൊരു ധൈര്യത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ചെയർമാന്റെ മുമ്പിൽ പറയാം. നമ്മൾ സാധാരണ പുതിയ കാലത്ത് പുതിയ രീതികളൊക്കെ വരുന്നുണ്ട്. സാധാരണ നിങ്ങൾ ലാസ്റ്റ് കണ്ടൊരു സിനിമ ഓർക്കുന്നുണ്ടാവും, പ്രേമൊഴി എന്ന സിനിമ. പഴയ ആളുകളിലായിരിക്കും എന്തപ്പാ ഇന്നത്തെ ഉള്ളതായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് പുതിയ ആസ്വാദകരോട് പുതിയ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മളെ കാണിച്ചിരുന്ന സിനിമയാണ് പ്രേമൊഴി. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് പ്രേമം എന്നൊരു സിനിമ തിയേറ്ററിൽ ആവാല മുതൽ ജനങ്ങൾ കണ്ട സിനിമയാണ്. പ്രേമം അതുപോലെ തന്നെ ആവാല മുതൽ ജനങ്ങൾ കണ്ട സിനിമയാണ്. താല്പര്യം സാധാരണ വികസന നായകൻ വികസനം അതൊക്കെയാണല്ലോ നമ്മൾ പറയാം. വികസനത്തോടൊപ്പം തന്നെ കാസർഗോഡ് ഊട്ടി ഉറപ്പിക്കേണ്ടതാണ്, വികസിപ്പിക്കേണ്ടതാണ് വായനയും എന്നൊരു ദീർഘവീക്ഷണം ഉണ്ടായ ഒരു മനുഷ്യനായിരുന്നു. ദൈവം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തതാണ്. ഒപ്പം തന്നെ എന്നെപ്പോലുള്ളവൻ ഇന്ന് ഈ സംസാരിക്കുവാനും എഴുതുവാനും വായിക്കുവാനും കഴിഞ്ഞതിന്
ഒരു കാരണഭൂതനും കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലൈബ്രറിക്ക് അന്ന് നല്ലൊരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഞാനൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത് കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്നാണ്. അന്നത്തെ ഞങ്ങളുടെ പ്രീഡിഗ്രി കാലത്തും കോളേജ് കാലത്തൊന്നും പുസ്തകങ്ങളൊന്നും ലൈബ്രറിയിൽ കോളേജ് ലൈബ്രറിയിൽ നിന്ന് കിട്ടണമെങ്കിൽ അത്ര പണിയുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ നോവലുകൾ, ദേശത്തിൻ്റെ കഥയും അതൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിച്ച് നിരന്തരം വായിക്കാൻ ഇവിടുന്നാണ് കിട്ടിയത്. മറ്റൊരുപാട് ഗ്രന്ഥങ്ങളൊക്കെ പിന്നീട് നമ്മളവരെ യാത്ര കൊണ്ട് ദീർഘദൂരം ആയതാണ്. ചുരുക്കത്തിൽ എന്നുള്ളത് പറയണമെന്നുള്ളത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പിടിച്ചിരുത്താൻ നോക്കി, കാര്യം പറഞ്ഞിട്ടല്ല. ചിലപ്പോ എംഎൽഎക്ക് ചെറിയൊരു ഭയപ്പാട് തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പൊ എന്തോ ഒരു കാരണം ഉണ്ടാകും. രാജാവ് ഇങ്ങനേക്കാൾ വലുതാണ് കിങ് മേക്കർ. കിങ് മേക്കർ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി പ്രശ്നങ്ങളുടെ നടുവിൽ രാജാവിനെ രക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരും. അപ്പൊ ഒരു കിങ് മേക്കർ ആകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ എം.എൽ.എയുടെ അടുത്ത സ്റ്റേജിൽ പിടിക്കുന്നത് അദ്ദേഹത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞ അക്ഷരം ക്ഷരമായ വാക്കിനതിനെ നാശമില്ലാത്തതിനെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും സാധിക്കില്ല. വീണ്ടും അത് കൊളുത്തു വരും. നളന്ദ സർവകലാശാലയിലെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ ചുട്ടു നശിപ്പിച്ചിട്ടും ഇന്നും ഞങ്ങൾ വായനയുടെ പുറകെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലൊരു തെളിവ്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ പറഞ്ഞ വികസനം എന്നുള്ളത് ഈ ആശയങ്ങളുടെ വികസനം കൂടിയാണ്. വെറും വികസനം കെട്ടിടം മാത്രമല്ല ഞങ്ങളുടെ മനസ്സിലുള്ളത് ആശയങ്ങളും അതുപോലെ സംസ്കാരത്തിന്റെ വികസനവും. ഈ വികസന പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ വെറും കെട്ടിടങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ മാത്രമല്ല, ഇതുപോലെയുള്ള സാംസ്കാരിക വികസനവും അതിൽ ഉണ്ട്. അതുകൊണ്ട് ഇതിന് എല്ലാവിധ പിന്തുണയും. പ്രതിപക്ഷ നേതാവ് എന്നുള്ള പ്രതിപക്ഷം എന്നുള്ളത് വിരോധപക്ഷമല്ല എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് ഒരു ബഹുമാന്യ വ്യക്തി അടുത്ത കാലത്ത് പറഞ്ഞത് വിരോധപക്ഷമല്ല, പ്രതിപക്ഷമാണ്. അതോടൊപ്പം ഒന്നിച്ചു പോകുന്ന പക്ഷമാണ്. അപ്പൊ അതിന് നന്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നന്മകളെ പിന്തുണച്ചുകൊണ്ട്, തിന്മകളെ ശക്തിപൂർവം എതിർത്തുകൊണ്ട്. അങ്ങനെ എതിർക്കുമ്പോൾ കിങ് മേക്കർക്ക് പല സംഭവങ്ങളും വരും, പല വിരുദ്ധമായ വിഷയങ്ങൾ വരും. അതൊക്കെ സഹിച്ചുകൊണ്ട് അതൊക്കെ പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിർദ്ദേശങ്ങളും ആശയവും അതുപോലെ തന്നെ മാഷൊക്കെ സൂചിപ്പിച്ചു. അതുപോലെ നമ്മുടെ അബ്ദുൽ റഹ്മാൻ സാഹിബ് വെച്ച് ചില നിർദ്ദേശങ്ങൾ അവരുടെ മുനിസിപ്പൽ തലത്തിൽ ചെയ്യേണ്ട ചില പ്രാധാന്യങ്ങളെ കുറിച്ചും പറയും. അതുകൊണ്ട് ഞാൻ പറ്റി പറയുന്നില്ല. ഏതായാലും നാളെയാണ് നമ്മുടെ വായനാ ദിനം. വായനാ ദിനം എന്നുള്ളത് P.N. പണിക്കർ എന്ന പൊതുവായി നാരായണ പണിക്കരുടെ ചരമദിനമാണ്. 1995 ജൂൺ മാസം 19 മരിച്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലൈബ്രറി പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് വേണ്ടി ഒരു സഞ്ചരി പോലെ പുസ്തകങ്ങളുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് ഇന്നിപ്പോൾ 9665 ലൈബ്രറികൾ കേരള ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇപ്പോൾ നാളെ മുതൽ ഒരു സമിതി, വായനക്കാരിൽ നിന്നൊരു സമിതി ഉണ്ടാക്കണം എന്നാണ് എൻ്റെ നിർദ്ദേശം. മികച്ച വായനക്കാരിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ഏതൊക്കെ പുസ്തകങ്ങളാണ് വേണ്ടത് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ ലിസ്റ്റ് കൊണ്ടുപോയി പുസ്തകങ്ങൾ വാങ്ങുന്ന ഒരു രീതി ഉണ്ടാവണം എന്നൊരു നിർദ്ദേശമുണ്ട്. അതുപോലെ വർഷത്തിൽ ഒരു തവണ പുസ്തകങ്ങൾ വാങ്ങുന്നതിന് പകരം ഇടവിട്ട് പുതിയ പുസ്തകങ്ങൾ വാങ്ങാനുള്ള ഒരു രീതി ഉണ്ടാകണം. പുതിയ പുസ്തകങ്ങൾ വരുന്ന മുറയ്ക്ക് അത് നമ്മുടെ ലൈബ്രറിയിൽ എത്തും എന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ കഴിയും. മറ്റൊന്ന്, അവിടെയുള്ള പഴയ പുസ്തകങ്ങളുണ്ട്. ഒരുപക്ഷെ ചരിത്രരേഖകൾ എന്ന് പറയാവുന്ന അത്രയും പഴയ പുസ്തകങ്ങളുണ്ട്. അത് പലതും പൊടിഞ്ഞു പോയതാണ്. ഈ പൊടിഞ്ഞുപോയ പുസ്തകങ്ങളെ ഭദ്രമായി മാറ്റി വയ്ക്കുകയും അലമാരകളെ സ്വതന്ത്രമാക്കി പുതിയ പുസ്തകങ്ങൾ നിറയ്ക്കുകയും ചെയ്യണം. ഗവേഷണ വിഭാഗത്തിലെ പുസ്തകങ്ങൾ അതും അത് തന്നെയാണ് പറയുന്നത്. ഏതൊക്കെ വിഭാഗത്തിലെ ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന രീതിയിൽ അതിന് കൃത്യമായി കാറ്റഗറൈസ് ചെയ്തിട്ട് ഗവേഷണ വിഭാഗം ഭദ്രമാക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. ഏത് പുസ്തകവും ഒരു വിരൽത്തുമ്പിൽ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ഡിജിറ്റൽ കാറ്റഗറിയിലേക്ക് മാറ്റിയാൽ വലിയ ഉപകാരമാണ്. മറ്റൊന്ന്, പുസ്തകങ്ങൾ വാങ്ങുന്ന രീതിയാണ്. പുസ്തകങ്ങൾ വാങ്ങുന്നത് സഭ ചേർന്ന് ഭരണസമിതി 1-2 ആളെ ചുമതലപ്പെടുത്തും. അവരേതെങ്കിലും ലൈബ്രറിയിൽ പോയി കയ്യിൽ കിട്ടുന്നതെല്ലാം പെറുക്കി കൊട്ടയിലിടും. അങ്ങനെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അവർ വായനശാല പോലെയുള്ള 1-2 പുറത്തേക്ക് പോയി ലൈബ്രറികൾ പുസ്തകം എടുക്കുന്ന പോലെയാണ്.
ഉദ്യോഗസ്ഥ പുസ്തകങ്ങളുണ്ട്. അവർ പെട്ടെന്ന് കുറേ പുസ്തകങ്ങൾ പെറുക്കിയെടുത്ത് പറ്റുമെങ്കിൽ വില കൂടിയ പുസ്തകങ്ങൾ എടുക്കും. 1000 രൂപയുടെ പുസ്തകം എടുത്താൽ പിന്നെ കുറച്ച് പുസ്തകം എല്ലാവർക്കും സാധിക്കും. അങ്ങനെയുള്ളവർ മാത്രമേ കിങ് മേക്കറായിട്ട് വരുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അവിടെ തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ കിങ് മേക്കറുമില്ല കിങ്ങുമില്ല എന്ന് MLA ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വേറൊരു കിങ് മേക്കർ അല്ലെങ്കിൽ ഒരു കിങ് വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് തമാശ രൂപത്തിൽ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ഈ 2 വാക്ക് പറയാൻ എനിക്ക് അവസരം നൽകിയ MLA-യോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും. പരിപാടികൾ അത് പിള്ളമണിക്കരൻ സ്മരിക്കുക, കേശവദേവന്, വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെയുള്ള സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കാസർഗോട്ടെ എഴുത്തുകാരായിട്ടുള്ള ഉപേന്ദ്ര മാഷ്, നമ്മുടെ രാഘവ മാഷ്, ഇബ്രാഹിം വേലിഞ്ച, കല്യാർക്കിന്നറൈ അങ്ങനെയുള്ളവരൊക്കെ തന്നെ അനുസ്മരിക്കുന്ന പരിപാടികൾ കാസർഗോട്ടെ അതുപോലെ കേരളത്തിലെ എല്ലാ ലൈബ്രറികളും നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു നിർജ്ജീവമായി പോയ ലൈബ്രറിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2017 നേരത്തെ പറഞ്ഞു, ഡോക്ടർ അഹമ്മദ് എന്ന് പറയുന്ന തെക്കിലെ അവിടുത്തെ ഒരു യങ് മെൻസ് ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി ഇപ്പോഴും ആ ലൈബ്രറിയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. അതിനെ ഫുള്ളി AC ആക്കുകയും അതിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. ആ പദ്ധതി ഞാൻ പങ്കെടുക്കുകയുണ്ടായി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് മരിച്ചു. അതിനുശേഷം ഇപ്പോഴാണ് പറയുന്നത് അതിൻ്റെ ഒരു പൊതു പ്രവർത്തനങ്ങൾ വേണ്ടത്ര ഇല്ല എന്നത്. അത് തീർച്ചയായിട്ടും നേരത്തെ പത്മനാഭ മാഷ് പറഞ്ഞ പോലെ 30,000 പുസ്തകങ്ങൾ ആ ലൈബ്രറി ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരഞ്ഞു പിടിക്കുക എന്ന് പറയുന്നത് വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമായ കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഡിജിറ്റലൈസേഷൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിനെ സജീവമാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഈ എല്ലാ ലൈബ്രറികളിലും ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പഴയ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ല, മൊബൈലിൽ ഒരു ആപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ ലൈബ്രറി പുസ്തകങ്ങളെയും അതിനകത്താക്കാൻ ഒരു വായനക്കാരൻ അവിടെ വന്നു കഴിയുമ്പോൾ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഏത് ഷെൽഫിൽ എത്രാമത്തെ കോളത്തിലുണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന സംവിധാനം ഇപ്പോൾ നമ്മുടെ ചെറിയ ലൈബ്രറികളടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അടിയന്തരമായും നമുക്ക് ആ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഉണ്ടെങ്കിൽ, ആ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് സജീവമായി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. മറ്റൊന്ന്, നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ആകെ 6 വായനശാലകളുണ്ട്. ഇപ്പോൾ നമ്മുടെ താലൂക്കിൽ 116 ലൈബ്രറികളാണ്. ഇപ്പോൾ നാളെ അടക്കം 2 പുതിയ ലൈബ്രറികൾ കാണാൻ വേണ്ടി എൻ്റെ പരിശോധന അങ്ങനെയാണ് ലൈബ്രറി കൗൺസിലിൻ്റെ സിസ്റ്റം. അതിവിടെ നമ്മുടെ അങ്ങ് കാട്ടുംപുറത്ത് നമ്മുടെ വേലമ്പടി പഞ്ചായത്തും കുറ്റുകൾ പഞ്ചായത്തും യോജിക്കുന്ന മലയോര പ്രദേശത്തിലെ ലൈബ്രറിയാണ്. പിള്ളമണിക്കരുടെ പേരിൽ തന്നെയാണ് അത് ഈ സ്ഥിതി ഉള്ളത്. അപ്പോൾ നേരത്തെ MLA പറഞ്ഞു, MLA-യുടെ ചില ഫണ്ടിൽ നിന്നും എല്ലാ MLA-മാർക്കും പഞ്ചായത്തുകൾക്കും നമ്മുടെ ഈ ലൈബ്രറികൾക്ക് പുസ്തകം കൊടുക്കാം, കമ്പ്യൂട്ടർ കൊടുക്കാം, അതുപോലെ എല്ലാ ഭൗതികമായിട്ട് എല്ലാ സൗകര്യങ്ങളും കൊടുക്കാം. ജില്ലാ പഞ്ചായത്ത് കെട്ടിടങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ കമ്പ്യൂട്ടർ നൽകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ ഫണ്ടിൽ നേരത്തെ അബ്ദുൽ സാഹിബ് പറഞ്ഞ പോലെ നമ്മുടെ ആ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചാണ്. തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള ചെമ്മനാട് പഞ്ചായത്ത് അവിടെ എല്ലാ കൊല്ലവും പുസ്തകങ്ങൾ കൊടുക്കുന്നു, ഷെൽഫ് കൊടുക്കുന്നു, കമ്പ്യൂട്ടറുകൾ കൊടുക്കുന്നു. എങ്ങനെ അത് തീരെ കൊടുക്കാത്ത, പത്രങ്ങൾ പോലും കൊടുക്കാത്ത പഞ്ചായത്തുകളുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടാണ് പ്രശ്നം. അപ്പം ഞാൻ വിളിക്കി പറയുന്നത്, ഏതായാലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ലൈബ്രറി വളരെ സജീവമാണ്. തൊട്ടപ്പുറത്ത് ഞങ്ങളൊക്കെ ഇത് കൊടുക്കുന്ന ജില്ലാ ലൈബ്രറി, അവിടെ 40,000-ഓളം പുസ്തകങ്ങളുണ്ട്. അവിടെ ആദ്യമായി വേണ്ടത് നമ്മുടെ ലൈബ്രറിക്ക് ലൈബ്രറിയൻ എന്നുള്ള ലൈബ്രറിമാരുണ്ടാകും. അവിടെ ഞങ്ങൾക്ക് 3 ലൈബ്രറിയന്മാരുണ്ട്. അപ്പോൾ അവർക്ക് അത് രാവിലെ മുതൽ അവർക്ക് പെർഫോമൻസ് പറഞ്ഞ വരാൻ പറ്റുന്ന രൂപത്തിൽ 9:30-കോ 9:30-കോ ഉച്ചക്ക് കൂടുതൽ രജിസ്റ്റർ കൊടുക്കുകയും 6-6:30 മണി വരെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറ്റും. അപ്പോൾ ലൈബ്രറി ഉണ്ടാക്കുക. അതുപോലെ ഈ പറയുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി അതിനുണ്ടാവണം. കാരണം ഇപ്പോൾ പഞ്ചായത്ത് ലൈബ്രറികളും മുനിസിപ്പൽ ലൈബ്രറികളൊക്കെ തന്നെ ഭരിക്കുന്നുണ്ട്. അതിൻ്റെ ഭരണസമിതി തീർച്ചയായിട്ടും അതിൻ്റെ പൊതു കൗൺസിലർമാരൊക്കെ അടങ്ങിയതായി. അതിന് പുറമെ നമുക്കൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാകും.
ആ അഡ്വൈസറി കമ്മിറ്റിയിൽ നേരത്തെ ഹാഷി പറഞ്ഞ പോലെയുള്ള ഒരുപാട് പദ്ധതികൾ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വാങ്ങിക്കണം, എന്തൊക്കെ പരിപാടി ഒരു മാസത്തെ 1 or 2 പരിപാടി നടത്തിയാൽ, ഇപ്പോൾ നേരത്തെ സാഹിത്യവേദിയുടെ പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ആണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയും. കൂടാതെ ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് മുനിസിപ്പൽ ചെയർമാന് എഴുതി കൊടുത്ത ലെറ്റേഴ്സ് ഫയലുണ്ടാവും, അതൊന്ന് പരിശോധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സന്മനസ് കാണിച്ച ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം അവരെ അനുമോദിക്കുന്നു. ഞങ്ങൾ വളരെ മുമ്പ് തന്നെ ഇങ്ങനൊരു യോഗം വിളിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. എല്ലാവരും ഇവിടെ വളരെ നന്നായിട്ട് തന്നെ പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുകയും അതിൻ്റെ മുകളിൽ ഒരു ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി ഫലപ്രദമാകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തു, മുഖ്യപ്രഭാഷണം നടത്തി, കുറേ ആൾ ആശംസ നേർന്നു. അപ്പൊ ഇതോടുകൂടി ഇതിവിടെ തീരുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്. ഇപ്പോ കുറെ വർഷങ്ങളായിട്ട് ഈ ലൈബ്രറിക്ക് സ്ഥിരമായിട്ടൊരു ലൈബ്രറിയൻ ഇല്ല. നഗരസഭയിലെ ഒരു ജീവനക്കാരിയായ രമണിയാണ് ഇപ്പോൾ പുസ്തകം കൊടുക്കാൻ വേണ്ടി അവിടെ ചുമതലപ്പെട്ടിരിക്കുന്നത്. സ്ഥിരം ലൈബ്രറിയൻ ഇല്ല. അഥവാ ലൈബ്രറിയൻ വരുന്നുണ്ടെങ്കിൽ തന്നെ എംപ്ലോയ്മെന്റിൽ നിന്ന് 6 മാസത്തേക്ക് വരുന്നതാണ്. അവര് ഒരുമാതിരി കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അവർ പോകാനായി, പിന്നെ കുറെ മാസങ്ങൾ ഒഴിഞ്ഞു കിടക്കും. കുറെ കഴിയുമ്പോൾ ഒരു പുതിയ ഒരു എംപ്ലോയ്മെന്റിൽ ഒരാൾ വരും, അയാൾ മാറിപ്പോകും. അപ്പൊ ഇതിനൊരു സ്ഥിരം സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചോ ഇനി പുതിയ ഏതൊക്കെ പുസ്തകങ്ങൾ വേണമെന്നത് സംബന്ധിച്ചോ ഒരു ഗ്രാഹ്യം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നില്ല. എൻ്റെ ഒരു കുഴപ്പമാണ്. പിന്നെ ഈ പറഞ്ഞല്ലോ, ഈ 10 വർഷമായിട്ട് പുതിയ പുസ്തകങ്ങളൊന്നുമില്ല എന്ന് അവിടെ ഉണ്ട്. പിന്നെ കുറെ പുസ്തകങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരം തലയുമില്ല, പേജുകളില്ല, ബൈൻഡില്ല, അങ്ങനെയൊക്കെ കുറെ നശിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പത്മനാഭനാഥോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വേണ്ടത് ഒരു സ്ഥിരം ലൈബ്രറിയൻ അവിടെ നിയമിക്കണം. നല്ലൊരു ദിശാബോധമുള്ള, പുസ്തകങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാൾ വേണം. അവരുടെ അസിസ്റ്റന്റ് ആയിട്ട് മറ്റുള്ളവർ ഇരുന്നോട്ടെ. മുമ്പ് റംല ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നല്ല ഗ്രാഹ്യമുള്ളൊരു സ്ത്രീയാണ്. ഒരു ലൈബ്രറി സയൻസിനൊന്നും പഠിച്ചിട്ടില്ല. അതുപോലെയുള്ള ഒരു സംവിധാനം വേണം. പിന്നെ ഈ പുസ്തകം, ഏതൊക്കെ പുസ്തകം വേണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന എല്ലാ പുസ്തകങ്ങളും ഒരു ലൈബ്രറിയിൽ ഉണ്ടായിരിക്കണം. ഒരു പുസ്തകവും മോശം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ടതല്ല. ലൈബ്രറിയിൽ എല്ലാ പുസ്തകവും വേണം. അപ്പൊ നമുക്ക് ചില മുൻഗണന കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിന് കുറെ കൂടി വേണം എന്ന് തോന്നുന്ന നമ്മുടെ ഫണ്ടിന്റെ ലബ്ധിക്കനുസരിച്ച് കുറെ പുസ്തകങ്ങളൂടെ വാങ്ങി വെക്കണം. അതിന് വലിയ ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇവിടെ മാതൃഭൂമി DC-യുടെ ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ കണ്ണൂരിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അതേപോലെ NPS-ന്റെ ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന കിട്ടുന്ന പറക്കിയെടുത്തിട്ട് വരേണ്ട കാര്യമേ ഉള്ളൂ. അതിന് ഒരു ഗവേഷണ അന്വേഷണ കമ്മീഷനൊന്നും ആവശ്യമില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഈ വായനക്കാരെ സംബന്ധിച്ച് അവിടെ ഈ ലൈബ്രറി മെമ്പർമാരെയും വായനക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ മാസവും ഈ ലൈബ്രറിയുടെ നേരിട്ട് ഉള്ള നിയന്ത്രണത്തിൽ പുസ്തക ചർച്ച, അതുപോലെ തന്നെയുള്ള സാംസ്കാരിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച, ഇതൊക്കെ നടത്താവുന്നതാണ്. പിന്നെ നിലവിൽ ഗ്രന്ഥശാല സംഘം കൊല്ലം തോറും പുസ്തകോത്സവം നടത്തുന്നുണ്ട്. കാഞ്ഞങ്ങാട്ട് 33% ഡിസ്കൗണ്ടിൽ അവിടുന്ന് പുസ്തകം വാങ്ങാൻ പറ്റും. ആ സൗകര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല, ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റഡും അല്ല നമ്മുടെ ലൈബ്രറി. അതിനെന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ലൈബ്രറിയുടെ ഗ്രേഡ് അനുസരിച്ച് ഒരു തുക കൊല്ലം തോറും ഈ ഗ്രന്ഥാലയത്തിന് കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് 33% പിന്നെ ഇളവിൽ നടന്നിട്ടില്ല അവിടെ.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 വർഷമായിട്ട് നമ്മൾ 2017 ഒടുവിൽ പുസ്തകം വാങ്ങിയെന്ന് പറയുന്നത്. അത് കുറച്ച് പുസ്തകങ്ങളാണ്. അപ്പൊ ഈ 2017 കാലഘട്ടം നമ്മൾ എടുക്കണ്ട, കുറെ കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 25 വർഷങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമായ പുസ്തകങ്ങളൊന്നും അവിടെ ഇല്ല. ഞാൻ പതിവായിട്ട് അവിടെ പോകുന്ന ഒരാളാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് 86, 87 വർഷത്തിൽ പഠിക്കുന്ന കാലഘട്ടം മുതലേ ഞാൻ ഈ ലൈബ്രറി ആശ്രയിക്കുന്നുണ്ട്. എനിക്കറിയാം ഏത് പുസ്തകം ഏത് അലമാരയിലുണ്ട്, അതിന്റെ എത്ര കോപ്പിയുണ്ട് അവിടെ എന്ന് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും ഇതിന് മുൻകൈയെടുത്ത ചെയർമാനെ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ അവരെങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. അപ്പോൾ പുസ്തക പ്രദർശനം വേണമെങ്കിൽ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ നടത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സാധാരണ ലഹരിയും മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് തന്നെ മുനിസിപ്പൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് തന്നെ ക്ലാസുകൾ എടുക്കാറുണ്ട് സ്കൂളിൽ ചെന്ന്. അപ്പൊ അതേപോലെ ഈ വായനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആരെങ്കിലും ഒരു ആളെ കൂടെ നിങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വായനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ക്ലാസ്സുകളോ അങ്ങനെയുള്ള ചർച്ചകളോ സംഘടിപ്പിക്കാവുന്നതാണ്. അതൊരു കുട്ടികൾക്കൊരു മോട്ടിവേഷൻ നൽകുന്ന. അപ്പൊ അങ്ങനെ നമ്മളെ കുട്ടികളെ കുറച്ചും കൂടി, കുട്ടികളാണ് വരുന്ന തലമുറയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ വായിച്ചില്ലെങ്കിൽ പിന്നെ ആരും വായനയെ, കുറച്ച് ആൾക്കാർ മാത്രമേ ഈ അധ്യാപകരോ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരോ വായിച്ചത് കൊണ്ട് വായന മുന്നോട്ട് പോവുകയില്ല. അപ്പൊ അതിനുവേണ്ടി സ്കൂളുകളുമായി ചേർന്ന് ലൈബ്രറി കൗൺസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ SSKയും ERC ഒക്കെയാണ് പുസ്തകങ്ങൾ നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ലൈബ്രറി വികസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതിനെ കുറിച്ചൊന്ന് ഒരു കാര്യമായൊരു ചർച്ച വേണം. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഇന്ന് ഉള്ള ലൊക്കാലിറ്റിയുള്ള കുട്ടികളെങ്കിലും ഇന്ന് ലൈബ്രറി വരികയും അതിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അഭിനന്ദിക്കുന്നു. എല്ലാവരും പറഞ്ഞ പോലെ ചെയർമാൻ ഇനി മുൻകൈ എടുത്തു. ഇവിടെ പറഞ്ഞ പോലെ കുട്ടികളിൽ വായനശീല വളർത്താനുള്ള വഴിയാണ് ഞങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഞാനിന്ന് ഇപ്പൊ വായനശീലം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്കൂളിൽ ഒരു ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുള്ള ബുക്കുകളെ വെച്ചിട്ട് ഒരു ക്ലാസ് റൂം അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ HM അതുപോലെ തന്നെ 2-3 അധ്യാപകർ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും PTA സഹകരണത്തോടെ ഒരു ക്ലാസ് മാറ്റിവെച്ചു. പക്ഷെ എല്ലാ കുട്ടികൾ ആ വായിക്കുന്ന ഒരു ശീലത്തിലേക്ക് വരുന്നില്ല. അപ്പൊ അതിനെ കൂടി ഞങ്ങൾ മുനിസിപ്പാലിറ്റി തലത്തില് ഫണ്ട് വെച്ചിട്ട ഒരു വായനത്തിനുള്ള ഒരു എങ്ങനെ 5ാം ക്ലാസ് തൊട്ട്, അപ്പൊ 5ാം ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു ലഹരി എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൂടി ആലോചിച്ചിട്ട് അതിന് കൂടി നഗരസഭ മുൻകൈ എടുക്കണം ഞാൻ അറിയുന്നു. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കുറച്ച് ഭാഷ പഠിച്ചവർ എന്നുള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ലൈബ്രറിയുടെ ബോർഡ് കാണുന്നത്. നമ്മൾ ഏതൊരു ഓഫീസിൽ ചെന്നാലും ഗവൺമെന്റ് ടാഗ് ഉണ്ടെങ്കിൽ പോലും മറ്റു ഓഫീസുകാർ ചോദിക്കുക എന്താണെന്ന് ചോദിക്കും. അതേസമയം ധൈര്യമായിട്ട് ഞാൻ ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ടിരുന്ന് കുറച്ച് നേരം വായിക്കാം. ആ പുസ്തകങ്ങളെല്ലാം കണ്ട് കുറച്ച് എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആ ഒരു വിഷമം കുറെ സമയത്തേക്കെങ്കിലും ആ പുസ്തകങ്ങൾക്ക് ഇടയിലൂടെ ഞാൻ സഞ്ചരിച്ച് എനിക്ക് കുറച്ച് സന്തോഷം ലഭിച്ചു. പക്ഷെ ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്, എൻ്റെ നാട്ടിലെ ലൈബ്രറി കൗൺസിൽ അംഗമാണ് ഞാൻ, ഗ്രന്ഥശാല ഞങ്ങൾക്കുണ്ട്. പക്ഷെ കുറെ പഴയ പുസ്തകങ്ങൾ, പൊടി പിടിച്ച കുറെ പുസ്തകങ്ങൾ അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ പോലെ വരുന്നവർക്ക് കുറച്ച് ആശ്വാസം എന്ന നിലയിൽ എന്താ പറഞ്ഞ ചെയർമാൻ പറഞ്ഞു ഫണ്ട് MLA അനുവദിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും വിധത്തില് കുറച്ചും കൂടി നല്ല നല്ല പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ വെച്ചാൽ എന്നെ പോലെ ഇനിയും പരിഹരിക്കപ്പെടുമായിരിക്കാം. പക്ഷെ എന്നെ പോലെയുള്ളവർക്ക് പുസ്തകം സ്വന്തം കൈകൊണ്ട് പരിധിപ്പെടുത്തി എടുക്കാൻ ഒരു ഇഷ്ടമുണ്ട്, അതിനെ ഒന്ന് തൊട്ട് നോക്കാൻ ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെയാകുമ്പോൾ ഞാനിപ്പോ ഈ നിൽക്കുന്നതാണെങ്കിൽ ഒരു ഈ ലെവലിലുള്ള പുസ്തകവും നോക്കാൻ പറ്റുന്നുള്ളൂ. ചില പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന മീത്തയാണ്, ചിലത് വെച്ചിരിക്കുന്ന താഴെയാണ്. ഈ താഴത്തെ നമുക്ക് കുഞ്ഞൊന്നും അതും വരുത്താൻ പറ്റുന്നില്ല, മീത്ത വെച്ചിരിക്കുന്ന അതും നോക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് ആ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും കുറച്ച് അധികമായിട്ട് ആ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്.
നമ്മൾ ഈ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ആൾക്കാരുമായി ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുസ്തകത്തെ കുറിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിനകത്ത് കയറി തറയ്ക്കും. അങ്ങനെ തറയ്ക്കുമ്പോൾ അത് നമ്മുടെ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുമായി ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ ചർച്ച ലൈബ്രറിയിലെ സമാന റീഡേഴ്സുമായി പങ്കുവയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അതിനുവേണ്ടി റീഡേഴ്സിൻ്റെതായ ഒരു ഗ്രൂപ്പ് അവിടെ ഈ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിക്കിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എല്ലാവരും പറഞ്ഞത് അതൊന്ന് ശക്തിപ്പെടുത്തണമെന്ന് ചെയർമാനോട് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പുസ്തകം പരിധി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ചോദിക്കുന്ന പുസ്തകങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അവിടെ എവിടെയുണ്ടെന്ന് ആരും കുട്ടികൾക്ക് വായിക്കാനോ പിന്നെ വായിച്ചാൽ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. വെറുതെ ഇപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞാൽ കുട്ടികൾ വായിക്കും, ഇന്ന പുസ്തകം കൊടുത്ത് വായിക്കുന്നതിന് അത്രയും സ്റ്റാൻഡേർഡുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ആ പുസ്തകത്തിനെ കുറിച്ച് എഴുതാൻ പറ്റൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പുസ്തകങ്ങൾ നമ്മുടെ നഗരസഭ നമ്മുടെ സ്കൂളുകൾക്ക് നൽകിയാൽ അത് വലിയൊരു ഉപകാരമായിരുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലെ ലൈബ്രറിയുടെ അവസ്ഥ വലിയ ഹൈടെക് സ്കൂളാണ്, പക്ഷേ ലൈബ്രറിക്ക് വളരെ പരിതാപകമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം പറഞ്ഞാൽ ബിൽഡിങ്സ് ഇല്ല. ഇപ്പോൾ നമ്മുടെ ഡിവിഷൻ കൂടുന്നതനുസരിച്ച് ക്ലാസ് റൂം ഇപ്പോൾ ഒരു ഉള്ള ബിൽഡിംഗ് ഞാൻ പോയി നോക്കിയപ്പോൾ പ്രാവുകളൊക്കെ അവിടെ കാഷ്ടിച്ച് കിടക്കുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പോൾ സാറ് പറഞ്ഞു 5, 6 ഇങ്ങനെ വേണം കുട്ടികളുടെ വായനാശീലം വളർത്തിക്കൊണ്ടുവരാൻ. ശരിയാണ്, 5ൽ തന്നെ തുടങ്ങണം. എൻ്റെ അഭിപ്രായത്തിൽ അത് 1ാം ക്ലാസ്, ഞങ്ങളുടെ സ്കൂളിൽ 5ാം ക്ലാസ് ആയിപ്പോയി. അപ്പോൾ പോയി നോക്കിയപ്പോഴവിടെ എല്ലാ കുട്ടികൾക്കും അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് പഠിക്കുന്നതാണെങ്കിലും അതുപോലെ വായനയുടെ ആണെങ്കിലും അപ്പോൾ അവർക്ക് ഗ്രാസ്പിംഗ് പവർ ഇതൊക്കെയുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വായനയിലേക്ക് നമുക്ക് ആകർഷിപ്പിക്കാൻ പറ്റൂ. കുട്ടികൾക്ക് സ്വയം തോന്നണം എനിക്ക് വായിക്കണം, ഇന്ന പുസ്തകം വേണം. പക്ഷേ ആ രീതിയിലുള്ള ഒരു പുസ്തകങ്ങളും ഞാൻ അവിടെ കണ്ടില്ല. ഇപ്പോൾ SSKയുടെ ഫണ്ടിൽ കൂടി വരുന്നുണ്ട്, കുറച്ച് പുസ്തകങ്ങൾ ലിസ്റ്റ് ഔട്ട് കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സ്റ്റാൻഡേർഡിനേക്കാളും ഉയർന്ന നിലയിലാണ് അവർക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പുസ്തകം വായിച്ച് കുട്ടികളുടെ അതിൻ്റെ സമാഹാരം എഴുതി വാങ്ങിയിട്ട് സമ്മാനങ്ങൾ ജീവിതം അവിടെ തുടങ്ങിയാണ്. ആ വ്യക്തി ആരെന്നും ഒന്നും ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. അപ്പം വായന അന്നേ ഉണ്ട്. കാസർഗോഡിൽ ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരുമുള്ള ഈ മണ്ണ് ഇവിടുത്തെ കാസർഗോഡ് നഗരസഭാ മുനിസിപ്പൽ ചെയർമാൻ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് കാലെടുത്ത് വെച്ച് എല്ലാവരെയും ക്ഷണിച്ച് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് ഒരുപാട് സന്തോഷം. ഇവിടെ ഒരുപാട് സജഷൻസ് വന്നു. കാര്യം ഞാനും ഒരു അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട്, ചരിത്ര അധ്യാപികയായിട്ട് 2-3 CBSE സ്കൂളിലാണ് പഠിപ്പിച്ചത്. പക്ഷെ അവിടുത്തെ ലൈബ്രറിയിലും ഒരുപാട് പുസ്തകം വായിച്ചിരുന്നു. പക്ഷെ ഒരു അധ്യാപകൻ്റെയും ഒരു അധ്യാപികയുടെയും കടമയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്നത്തെ പുതുതലമുറ ശരി കാണുന്ന പുസ്തകങ്ങൾ തേടിയാണ് ഓടിയെത്തുന്നത്. അവർ റാംകെ കെയർ ഓഫ് ആനന്ദി അങ്ങനത്തെ പുതിയ പുസ്തകങ്ങളെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ബഷീറോ SK പൊറ്റക്കാട്ടിയൊക്കെ പറയുമ്പോൾ എൻ്റെ മോളിലടക്കം ഈയിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 100 സിംഹാസനങ്ങൾ വായിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അധ്യാപകർക്കായി ചില ശില്പശാലയോ ക്യാമ്പുകളോ മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ പറഞ്ഞ വനിതാവേദി, ഓരോ ഗൃഹനാഥയ്ക്കും ഇവിടെ ഒരു ഗ്രൂപ്പ് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കാസർഗോഡിൻ്റെതായ ഒരു സംസ്കാരം കുറച്ച് വ്യത്യസ്തമാണ്. തിരുവനന്തപുരത്ത് ഞാൻ കണ്ടതിനേക്കാൾ വളരെ വ്യത്യാസമാണ് കാസർഗോഡ്. 3 കൊല്ലമായി ഞാൻ ഈ ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി നടക്കുന്നു. അവിടെ വരെയെങ്കിലും റാമ്പ് ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ വീൽ ചെയറൊക്കെ കയറാൻ പറ്റുന്നത്. പിന്നൊന്ന് ഒരു ഹോള് ഇപ്പോൾ പുറത്തുണ്ടാക്കുന്നത് പറഞ്ഞല്ലോ, വായന സൗകര്യം പുറത്തുണ്ടാക്കുന്നത് ചെയർമാൻ പറഞ്ഞു. അപ്പോൾ അകത്തുള്ള സ്ഥലം ഒരു ഹോളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഉപയോഗപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കകത്ത് മാസത്തിലൊരു 8-10 വായനാ ചർച്ചകൾ പുസ്തക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ജില്ലാ ലൈബ്രറി ഹാളിൽ 500 രൂപ വാടകയ്ക്കാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ആദ്യം 1 വർഷം 2 വർഷമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പോലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഒരു അഭ്യർത്ഥന. അപ്പോൾ സാധാരണ മാസത്തിൽ 8-10 ചർച്ചകൾ നടക്കുന്നുണ്ട്.
അത് കൂടുതൽ സജീവമാകാനും ലൈബ്രറി കൂടുതൽ എല്ലാവർക്കും അറിയപ്പെടാനും അത് സഹകരിക്കും തോന്നുന്നു. പിന്നെ ഒന്ന് എല്ലാവരും പറഞ്ഞ പോലെ കാറ്റലോഗിങ് ആണ്, അതൊന്നും ചെയ്യണം. പുസ്തകം കിട്ടുന്നില്ല. പിന്നെ ഒന്ന് സ്ഥിരം നിയമനം ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കൊരു ഇതില്ല, അറിയില്ല അവിടെ ഉള്ളവർക്ക്. അതൊന്നും സ്ഥിരം ലൈബ്രറിൻ്റെ വഴി നികത്തണമെന്നാണ് പറയാനുള്ളത്. പക്ഷേ ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് സ്ഥിതിയുള്ളതുകൊണ്ട് മാത്രം പറയാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് സൂക്കടായാൽ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, സാധാരണയായിട്ട് അതൊക്കെ ശരിയായിക്കോളും, 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് വിടുന്ന ആൾക്കാരുണ്ട്. അതല്ല, ഡോക്ടർക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ചെയർമാൻ ഈ രണ്ടാമത്തെ കൂട്ടത്തിൽ പെട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സൂക്കേട് എന്താണെന്ന് വളരെ കാര്യമായിട്ട് തന്നെ ഇവിടെ ചർച്ച ചെയ്തു. നിർദ്ദേശങ്ങൾ ഒരുപാട് വന്നു. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ നിർദ്ദേശങ്ങളൊക്കെ ഈ ഹാളിന്റെ വായിൽ അലിഞ്ഞ് ചെയ്ത് മാത്രമേ ഉണ്ടാവൂ. ഇതൊന്നും നടപ്പാകാൻ പോകുന്നില്ല എന്ന് ഞാൻ വേണമെങ്കിൽ എഴുതിത്തരാം. അനുഭവത്തിൽ പറയാണ്. ഒന്നാമത്, ഇവിടെ രവി പറഞ്ഞ മാതിരി ഒരു പ്രപ്പോസൽ ഇവിടെ വെച്ചില്ല. എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി എന്തൊക്കെ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചില്ല. എല്ലാവരും അഭിപ്രായം പറഞ്ഞു, കേട്ടു, നമ്മൾ പിരിഞ്ഞു. അവസാനം രോഗി പണ്ടത്തെ സ്ഥിതിയിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അതുകൊണ്ട് പ്രസംഗിക്കുന്നില്ല കേട്ടോ, എനിക്ക് നമുക്ക് വേണ്ടതെന്നുള്ളത് ആ രീതിയിൽ അങ്ങനെ ഒരുപാടുള്ള മെച്ചപ്പെടുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ട സബ്ജക്റ്റുകൾ ബേസ് വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാകുന്ന നല്ല നല്ല കൃതികൾ, നോവലുകൾ, ഇങ്ങനെയൊക്കെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗത്തിന് ഒരു തുടക്കം മാത്രമാണ് ഇത്. ഒരിക്കലും ഇത് ഒടുക്കമല്ല. നമ്മൾ ഉള്ളിടത്തോളം കാലം അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ തുടക്കം കുത്തിയത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിൽ വന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഞാൻ വിളിച്ചതിൽ എല്ലാവരും ഏകദേശം 90% ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് വരാൻ പറ്റാത്ത ദുഃഖവും പ്രയാസവും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇപ്പം അതിൻ്റെ ഒരു പരാസക്തിയായിട്ട് അതിന് ഏറ്റവും വലിയ എളുപ്പ വഴി എന്ന് പറയുന്നത് വായന തന്നെയാണ്, ഗ്രന്ഥശാല തന്നെയാണ്. അതിൽ കൂടി മാത്രമേ വളർന്ന് വലുതായി എല്ലാ സ്ഥലങ്ങളിലും വ്യാപിക്കാൻ സാധിക്കും. അത് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ആദ്യത്തെ ചർച്ച. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ ഉണ്ടാകും. ഇവർ സ്കൂൾ തലത്തിലുള്ള അധ്യാപകരെ, അവരുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ അവരെ വിളിക്കും, അവരോടുള്ള ചോദ്യങ്ങളുണ്ടാകും, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാം ഇപ്പം നേരത്തെ ബിസിനസ്സിൻ്റെ കുറിച്ച് പ്രാമുഖ്യം കൊടുക്കണം, എഴുത്തുകാർക്ക് പ്രാമുഖ്യം കൊടുക്കണം, സാധാരണക്കാർക്ക് പ്രാമുഖ്യം കൊടുക്കണം, ഉദ്യോഗസ്ഥന്മാർക്ക് പ്രാമുഖ്യം കൊടുക്കണം. വേണമെങ്കിൽ 5 or 7 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സമിതിക്ക് രൂപം നൽകുക. അവര് ചർച്ച ചെയ്ത് നല്ല പ്രപ്പോസൽ നിങ്ങളുടെ മുമ്പിൽ വെക്കും. അത് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടപ്പാക്കാം, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് വെക്കാം. ഈ രണ്ടിലൊന്നും ചെയ്യാം. ഏതായാലും അത് അതാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചേരാൻ കാരണം. പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചത് കൂടിയാലോചന യോഗമാണെന്നുള്ളതാണ്. അല്ലേ, സന്തോഷനെ വിളിച്ചപ്പോഴേ വലിയ ഫംഗ്ഷനൊക്കെയാണോ വിളിച്ച് സംസാരിക്കുന്നതല്ലേ. ഇവിടെ ഉയർന്നു വന്ന കുറെ നിർദ്ദേശങ്ങൾ അത് നേരത്തെ തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ചെയർമാനും മനസ്സിൽ കണ്ടുവച്ചിട്ട് തന്നെയാണ്. ഈ പഴയ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ കുറച്ചു കാലം ഈ മുനിസിപ്പാലിറ്റി കലക്ടർ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കലക്ടർ ഭരിച്ചിരുന്ന കാലത്ത് ഈ കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറിയുടെ താഴെ നിലയൊഴികെ ബാക്കിയൊക്കെ പിന്നെ ഇൻഫർമേഷൻ ഓഫീസിന്റെ കയ്യിലാണ്ടായിരുന്നത്. അത് ഹമീദ് ഈശ്വരനാടാണ് പിന്നെ സമരം ചെയ്തിട്ട് പടവെട്ടിയിട്ട് അത് മുനിസിപ്പാലിറ്റിക്കായിട്ട് പൂർണ്ണമായിട്ടാണ് പോകുന്നത്. രണ്ടാമത് അതിൻ്റെ ഏറ്റവും മുകളിൽ കാസർഗോഡ് സാഹിത്യവേദിയുടെ ഒരുപാട് പരിപാടികൾ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവസാനം KS അബ്ദുള്ളയുടെ പിന്നെ പരിപാടി അവിടെ നടത്തുന്നത്. പക്ഷെ അവിടെ ഒരു 3-4 നിലയാഴ്ചക്കാരൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് നമ്മളൊക്കെ പോകുന്നത് നിർത്തിയപ്പോഴേക്ക് ആ സ്ഥലം ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് തിരുവനന്തപുരത്ത് ഒരു ചലച്ചിത്ര പിന്നെ അവാർഡ് നൈറ്റിനോടനുബന്ധിച്ച് യേശുദാസിന്റെ ഗാനമേള നടത്തിയത്. യേശുദാസിന്റെ ഗാനമേള ഒബ്ജക്റ്റ് വന്നു അതിന്. കാരണം
പിന്നെ ഇവിടെ കുട്ടി എന്ന 15,000 രൂപയ്ക്ക് പാടുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓഡിറ്റൊക്കെ ഈ മുനിസിപ്പാലിറ്റിയെ പോലെയുള്ള ഈ പൊതുസ്ഥാപനങ്ങളിൽ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ 33% പുസ്തകം വാങ്ങിയെന്ന് പറയുമ്പോഴേക്കും ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾ ടെൻഡർ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കും. അങ്ങനെയുള്ള ചില സാങ്കേതികമായ പ്രശ്നം ഒരു ഇങ്ങനെയുള്ള മുനിസിപ്പാലിറ്റി പോലെയുള്ള ഒരു പൊതു പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ നെല്ലിക്കുന്നവർ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ റഹ്മാൻ താലങ്ങാടി അടക്കം വേദിയിൽ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. ഒരു 2 വാക്കുകൂടി നിങ്ങളോട് ചേർത്തൊക്കെ ഞാൻ വേദിയോട് അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഈ ലൈബ്രറിയുടെ അംഗത്വത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് പലപ്പോഴും ആപ്ലിക്കേഷനുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നെ പലരും സമീപിക്കാറുണ്ട്. പലപ്പോഴും ഞാനത് വളരെ സന്തോഷത്തോടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ വേദിയും സദസ്സിനെയും കാണുമ്പോൾ വളരെ അഭിമാനം കൂടി തോന്നുകയാണ്. കാരണം അത്തരത്തിലൊരു അംഗത്വം നൽകുന്നതിന് വേണ്ടി എനിക്കും ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. ഈ വായനാശാലകളാണ് പലപ്പോഴും പണ്ടുകാലങ്ങളിൽ വായനാശാലകൾ, അതായത് ലൈബ്രറികളാണ് ഒരുപാട് സൗഹൃദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അറിവും സമ്പാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരുപാട് പ്രണയങ്ങളും ഈ ലൈബ്രറികൾ വഴി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒത്തിരിയേറെ മാറിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ പുതിയ ചിന്തകളാണ്. നേരത്തെ നമ്മുടെ ഒരു വേദിയിൽ നിന്നൊരു പ്രാസംഗികൻ പറഞ്ഞ പോലെ, വേദിയിൽ സദസ്സിൽ നിന്ന് ഒരു പറഞ്ഞ പോലെ തന്നെയാണ്, അതിൽ നിന്ന് മാറി ചില കുൽസിത പ്രവർത്തനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാൻ നഗരസഭ ബഹുമാനപ്പെട്ട ചെയർമാൻ അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട MLA ശ്രീ നെല്ലിക്കുന്ന സഹോദരൻ, ഇന്നത്തെ പരിപാടിയുടെ എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, ഹൈന്ദവ ക്രൈസ്തവ സാഹിത്യ രംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഇന്നത്തെ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പരിപാടിയുടെ നഗരസഭയുടെ ചെയർമാൻ ശ്രീ അദ്ദേഹത്തെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഇതിൽ 2 പുസ്തകങ്ങൾ ഒരേ സമയത്ത് ബി ക്ലാസ് 50 രൂപയാണ് ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ വാർഷികം 30 രൂപ. ഡെപ്പോസിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു കൊടുക്കാം. വാർഷികം 30 രൂപ പുതുക്കുകയും ഇതിൽ ഒരു പുസ്തകം കൊണ്ട് ഒരാഴ്ച കൊണ്ട് തിരിച്ചു കൊടുക്കുകയും. ഇതാണ് ഇപ്പം നമ്മുടെ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ പത്രം 8 മലയാള പത്രങ്ങൾ, അതുപോലെ തന്നെ 4 കന്നഡ പത്രം. പല ആളുകൾക്കും ലഭിക്കുന്ന ആളുകൾക്ക് റഫറൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്കത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ ലൈബ്രറിയാണ്. ഞാൻ ഓരോ ആളുകളെയും ഞാൻ 69 ആളുകൾ നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചാവേദി നിങ്ങൾ എല്ലാവരുടെയും ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ മാനവത്തിൻ ശീലയിലെല്ലാം മാറ്റുകൾ ഈ മാറ്റുകൾ മാനവത്തിൻ ശീലയിലെല്ലാം മാറ്റുകൾ
മനസ്സു പുസ്തകം നമ്മുടെ ലൈബ്രറിക്ക് കൊടുക്കാൻ അതിനുശേഷം ലൈബ്രറിയിലേക്ക് കാസർഗോഡ് പുസ്തകങ്ങൾ എത്തിയില്ല എന്നതാണ് നമ്മൾ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈബ്രറിയിൽ എല്ലാ പുസ്തകം ഏതെല്ലാം രീതിയിലുള്ള പുസ്തകം നാടിന് നേരിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സാഹിത്യവുമായി ബന്ധപ്പെടുന്ന എഴുത്തുകൾ എഴുതുന്ന രചിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നതായിട്ടുണ്ട്. നിലവിൽ 2 ക്ലാസ്സുകളാണ് ഇവിടെ മെമ്പർഷിപ്പ് ആയിട്ടുള്ളത്. ഒന്ന് എ ക്ലാസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് പൈസ 100 രൂപയാണ് എ ക്ലാസ്സിൻ്റെ. അതുപോലെ തന്നെ വർഷ സംഖ്യ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് പൈസ മനസ്സു മതമേതുമാവട്ടെ മാനവത്തിൽ മാതൃകം തിരട്ടെ മാതൃകം തിരട്ടെ ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venas Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venas Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venas Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venas Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venas Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 or visit www.eduskilling.com. മതമേതെങ്കിലുമാവട്ടെ മാനവ
മാപ്പുകൾ വിടരട്ടെ, മാപ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവത്തിൻ ചില്ലയിലെല്ലാം മാപ്പുകൾ വിടരട്ടെ, മാപ്പുകൾ വിടരട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താം, സൗഹൃദ സിദ്ധികൾ പൂത്താം, സൗവർണ്ണാഭ പരന്ന സുരഭില ജീവിതമാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഈ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ, മാമ്പുകൾ വിടരട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതകനാവെങ്കിലുമാവട്ടെ, മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മാൺപുകൾ വിടരട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താം,